ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് .NET കോറിനെ കുറിച്ചാണ്. .NET കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ .NET ഫ്രെയിം വർക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു അപ് ടു ഡേറ്റ് വേർഷനാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ക്രോസ് പ്ലാറ്റ്ഫോം. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ .NET കോർ വേരിയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ലൈക്ക് വിൻഡോസ്, മാക് OS, ലൈനക്സ്. ബട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത .NET ഫ്രെയിം വർക്ക് ആണെങ്കിൽ വിൻഡോസിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. .NET കോറിൻ്റെ സോഴ്സ് കോഡൊക്കെ നമുക്ക് ഗിറ്റ്ഹബിൽ അവൈലബിൾ ആണ്. ഏത് ഡെവലപ്പേഴ്സിനും വേണമെങ്കിലും നമുക്ക് .NET കോറിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തത് ഹൈ പെർഫോമൻസ് റൺ ടൈം. നമ്മൾ മെയിൻലി .NET കോർ യൂസ് ചെയ്യുന്നത് ഹൈ സ്കിൽ ആപ്ലിക്കേഷൻസിലാണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പെർഫോമൻസ്. ഇനി നമുക്ക് .NETൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി നോക്കാം. ബിക്കോസ് .NET പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് .NET ഫ്രെയിം വർക്ക്, .NET കോർ, .NET സ്റ്റാൻഡേർഡ്, .NET ഇങ്ങനെ പല ടേംസ് ആയിട്ട് കൺഫ്യൂഷൻ വരും. ഇതൊക്കെ സെയിം ആണോ അതോ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹിസ്റ്ററി. ഓക്കെ, സോ 2002 മൈക്രോസോഫ്റ്റ് .NET ഫ്രെയിം വർക്ക് 1.0 റിലീസ് ചെയ്തത്. അതൊരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് വിൻഡോസ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത് 4.8 വേർഷനിൽ എത്തി നിൽക്കുന്നുണ്ട്, ഫുള്ളി സപ്പോർട്ടഡ് ബൈ മൈക്രോസോഫ്റ്റ്. സോ അതാണ് .NET ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇനി 2014 മൈക്രോസോഫ്റ്റ് .NET കോർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ഇസ് എ ക്രോസ് പ്ലാറ്റ്ഫോം ആൻഡ് ഓപ്പൺ സോഴ്സ്. ഈ .NETൻ്റെ പുതിയ ഇംപ്ലിമെൻറ്റേഷനായ .NET കോറിൻ്റെ ആദ്യത്തെ വേർഷൻ എന്ന് പറയുന്നത് 1.0 ആണ്, വിച്ച് വാസ് റിലീസ്ഡ് ഓൺ 2016. .NET കോർ വേർഷൻ 1.0ന് ശേഷം അവർ 1.1, 2.0, 2.1 ഒക്കെ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് .NET കോർ 3.1 വേർഷൻ കഴിഞ്ഞ് പിന്നെ റിലീസ് ചെയ്ത വേർഷന് അവർ പേരിട്ടത് .NET 5 എന്നാണ്. ഓക്കെ, അങ്ങനെ .NET പുതിയ വേർഷൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങി. ഓരോ കൊല്ലം പുതിയ ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഓരോരോ പുതിയ സിനാരിയോസിന് മാച്ച് ആയിട്ടുള്ള ഫീച്ചേഴ്സും ടൂൾസൊക്കെ ആഡ് ചെയ്തിട്ട് അവർ ഓരോ വേർഷൻസ് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനാണ് .NET 7. .NET 8 റിലീസ് ആയിട്ടില്ല, 2023 റിലീസാവുന്നത് .NET 8. അത് കഴിഞ്ഞാൽ .NET 9 കൂടെ അവർ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ .NET കോർ ആൻഡ് .NET ഫ്രെയിം വർക്ക്. .NET കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പ്ലാറ്റ്ഫോം ആണ്, വിച്ച് റൺസ് ഓൺ ലൈനക്സ്, മാക് OS ആൻഡ് വിൻഡോസ്. .NET ഫ്രെയിം വർക്ക് ആണെങ്കിൽ വിച്ച് ഓൺലി റൺസ് ഓൺ വിൻഡോസ്. .NET core is an open source and accepts contribution from the community. But in the case of .NET framework, source code available ആണ്, പക്ഷെ അവർ ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻസ് ഒന്നും എടുക്കില്ല. ഇനി .NET കോറിൽ തേർഡ് പോയിന്റ്, does not support desktop applications development and it rather focuses on web applications, Windows and mobile. .NET ഫ്രെയിംവർക്കിലാണെങ്കിലോ ബോത്ത് ഡെസ്ക്ടോപ്പ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസിന് സപ്പോർട്ട് ചെയ്യും. ഇനി ഫോർത്ത് പോയിന്റ്, supports the development and implementation of microservices and the user has to create a REST API for its implementation. But .NET ഫ്രെയിംവർക്കിലാണെങ്കിൽ മൈക്രോ സർവീസസ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ അവർ REST API സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ഇനി .NET കോറിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ പെർഫോമൻസ് ആൻഡ് സ്കെയിലബിലിറ്റി. .NET ഫ്രെയിംവർക്ക് ആണെങ്കിലും ഹൈ പെർഫോമൻസ് തന്നെ, ബട്ട് .NET കോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലെസ് എഫക്റ്റീവ്. ഇനി .NET core does not have features like code access security, but in the case of .NET framework, code access security feature is present. ഇനി എപ്പോഴാണ് .NET framework .NET core യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ .NET core നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when there is a cross platform need. നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് വിൻഡോസിൽ, മാക്കിൽ, അതുപോലെ ലൈനക്സിലൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് .NET core ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് .NET framework വിൻഡോസ് ആപ്ലിക്കേഷൻസിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ. പിന്നെ അടുത്തത് ടാർഗറ്റിംഗ് മൈക്രോ സർവീസസ് ഓർ യൂസിങ് ഡോക്കർ കണ്ടെയ്നേഴ്സ്. .NET കോർ ആണ് മൈക്രോ സർവീസസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. .NET ഫ്രെയിംവർക്കിൽ അവർ മൈക്രോ സർവീസസ് സപ്പോർട്ട് ചെയ്യില്ല. ഇനി തേർഡ് പോയിന്റ്, നീഡ് ഓഫ് ഹൈ പെർഫോമൻസ് ആൻഡ് സ്കെയിലബിൾ സിസ്റ്റംസ്. നമുക്കൊരു ഹൈ സ്കെയിൽ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് .NET കോർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ സൈഡ് ബൈ സൈഡ് നീഡ് ഓഫ് .NET വേർഷൻസ് പെർ ആപ്ലിക്കേഷൻസ്. ഇനി .NET ഫ്രെയിംവർക്ക് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ വിൻഡോസിൽ തന്നെ ബിൽഡ് ചെയ്ത് വിൻഡോസിൽ തന്നെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് .NET ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം. പിന്നെ .NET ഫ്രെയിംവർക്കിൻ്റെ ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് .NET ഫ്രെയിംവർക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ചില ടെക്നോളജീസ് .NET ഫ്രെയിംവർക്കിലുള്ള ടെക്നോളജീസ് .NET കോറിൽ അവൈലബിൾ ആവണം എന്നില്ല. സോ .NET core അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് .NET ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം.
പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു .NET ഫ്രെയിംവർക്കിൽ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് അതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ മോഡിഫിക്കേഷൻസോ വേണമെങ്കിൽ നമുക്ക് .NET ഫ്രെയിംവർക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള .NET കോറിൻ്റെ ഡെഫിനേഷൻ. അതുപോലെ തന്നെ .NET ഫ്രെയിംവർക്കും .NET കോറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ എപ്പോഴാണ് .NET ഫ്രെയിംവർക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് .NET കോർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ .NETൻ്റെ ഒരു ഹിസ്റ്ററി, ആദ്യം നമുക്ക് റിലീസായതും ഇൻട്രൊഡ്യൂസ് ചെയ്തതും .NET ഫ്രെയിംവർക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് .NET കോർ വന്നത്. പിന്നെ .NET കോർ 3.1 ശേഷം പിന്നെ റിലീസ് ചെയ്തതിന് അവർ പേരിട്ടത് .NET 5 എന്നാണ്.